നല്ലതാണ്, കുഴപ്പമില്ല. അടിപൊളിയാണ്. പടം സൂപ്പർ പടം, ഒന്നും പറയാനില്ല. രാഷ്ട്രീയമാണേലും രാഷ്ട്രീയമുണ്ട്, വിജയമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല നടന്ന സംഭവം ഉണ്ടോ പടം സൂപ്പർ. ഓക്കെ, നല്ല സിനിമ, നല്ലതല്ല, കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി. ഇപ്പോഴത്തെ സമൂഹം ആഗ്രഹിച്ച പടം. പൊളി പൊളി പൊളി. അടിപൊളി പടം, അടിപൊളി. ഇപ്പോഴത്തെ സമൂഹം എന്താണ് ആഗ്രഹിക്കുന്നത് ആ പടം. രാഷ്ട്രീയം ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് പറ്റിയ പടം. നല്ല പടമാണ്, നന്നായിരിക്കണം. പൊളി തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ കാനന്ദ സാറ് നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല പടമാണ്, അടിപൊളിയാണ്, കുഴപ്പമില്ല. നല്ല ഫിലിമാണ്. രാഷ്ട്രീയ സമയത്ത് ഇറങ്ങി അത് വെച്ച് ഇറങ്ങിയേക്കാണ്. ഇതൊരു പ്രതികാര കഥയാണ് ശരിക്കും പറഞ്ഞാൽ. കുഴപ്പമില്ല, കണ്ടിരിക്കാം, ബോറടിയില്ല. ചരിത്രമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. ഇത് വേറൊരു സ്റ്റോറിയാണ്, ഫാമിലി സ്റ്റോറി. എന്ന് പറയാം, ഫാമിലി സ്റ്റോറി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രതികാര കഥയുണ്ട്. കുഴപ്പമില്ല, കണ്ടില്ലാണ്. പടം അടിപൊളിയാണ്. ബി ഉണ്ണികൃഷ്ണൻ നമുക്കറിയാലോ, അദ്ദേഹത്തിന്റെ മേക്കിംഗ് ക്വാളിറ്റി ഭയങ്കരമാണ്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ്, ഡയറക്ഷൻ അടിപൊളിയാണ്, നല്ല കഥയാണ്. പക്ഷേ നമുക്ക് ഇത് രാഷ്ട്രീയ സിനിമ തന്നെയാണ്. ഇത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും. ഈ സിനിമ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, എന്തായാലും ചർച്ച ആവും, അത് യാതൊരു സംശയം വിചാരിക്കേണ്ട. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, കേരളത്തിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് തൻ്റെ ഇടത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ തന്നെയാണ്, യാതൊരു സംശയം വിചാരിക്കേണ്ട. ഒരു ഭരണമാറ്റം എന്തായാലും ഉണ്ടാവില്ല, ഭരണ തുടർച്ച തന്നെ ഉണ്ടാവുള്ളൂ. ഇനി എന്ത് വന്നാലും പിണറായി വിജയൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി. കേരളം പിണറായി ഭരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്, ഒരു സംശയം വിചാരിക്കേണ്ട. ഭരണമാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഒരു സിനിമ എന്ന രീതിയിൽ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് എന്തുകൊണ്ടും ഏറ്റവും നല്ല ബെറ്റർ സിനിമ തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ എടുത്ത സിനിമ. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമ നല്ലതാണ്, നല്ല മേക്കിംഗ് ആണ്. നിവിൻ പോളി അടിപൊളിയാണ്, ബാലേന്ദ്ര മേനോൻ അടിപൊളി, അഭിനയിച്ചവരും എല്ലാം ഗംഭീര പ്രകടനമാണ്. പക്ഷേ നമ്മൾ ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ട ചില സത്യാവസ്ഥകളുണ്ട്. ഇതിനകത്ത് കുറച്ച് ആൾക്കാരെ വെളുപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അത് ഒരിക്കലും നടക്കില്ല. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ തന്നെയാണ്, ഒരു സംശയം വിചാരിക്കേണ്ട. ഒരു ഭരണമാറ്റവും ഇത് കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാവില്ല. മൂവി നല്ല മൂവിയാണ്, പൊളിറ്റിക്കൽ സ്റ്റോറിയാണ്. കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റിന് അതിൻ്റെയാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ എങ്ങനെ ആകരുതെന്നും കൂടെ ഒരു ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം സത്യത്തിനൊപ്പം ചർച്ച ചെയ്യപ്പെടും, തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. ഒന്നാമത്തെ ഇലക്ഷനും കൂടെ വരുമല്ലേ, ചർച്ച അടിപൊളി പടം, ചർച്ച ഉണ്ടാവും എന്തായാലും. സാർ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറീനെ നല്ല ഡയറക്ഷൻ, സ്റ്റോറി നല്ലതാണ്, ആർട്ടിസ്റ്റുകളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കേരള രാഷ്ട്രീയത്തിലൊരു തരംഗം ആകും. വിവാദമാക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ഇതൊരു സിനിമയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് ഒരു ചാനലിനെ കുറിച്ച് വിവാദം ഉണ്ടാക്കുക. ഇത് ഫൈനൽ ചരിത്ര പുസ്തകമോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തീരുമാനങ്ങളൊന്നും അല്ലല്ലോ. ഇത് ഒരു സിനിമ മേക്കിംഗ് ആണ്. അതിനെ നമുക്ക് വിമർശിക്കുകയോ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാം. വിമർശിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മീഡിയ എന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ പൊതുവിൽ എനിക്ക് തോന്നിയത് ഒരു ഫസ്റ്റ് ആദ്യത്തെ കാഴ്ചയിൽ, ഇനി നമ്മൾ കുറച്ചും കൂടെ ആലോചിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. ആദ്യത്തെ ഒരു കാഴ്ചയിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. പൊളിറ്റിക്കൽ സ്ത്രീകളുടെ പ്രശ്നം, പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ടെക്നോളജിയുടെ പ്രശ്നം, യൂത്തിൻ്റെ അത് ആ ഒരു രീതിയിൽ അതിൻ്റെ അങ്ങനെ ഒന്നിനും അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ബാലൻസ്ഡ് ആയിട്ട് എടുത്തേക്കണം. ഏതെങ്കിലും ഒരു പാർട്ടി ഗുണമായിട്ടോ ഒരു പാർട്ടിയെ മോശമായിട്ടോ കാണിക്കുന്നില്ല. കാരണം അതിലൊരു ബാലൻസിങ് കാണിച്ചിട്ടുണ്ട്. ഒരു ഗുഡ് ഫീൽ മൂവിയാണ്. നല്ല ഒരു പവർ പൊളിറ്റിക്സിന്റെ മൂവി ആകുമ്പോൾ എപ്പോഴും നമ്മൾ കേരള രാഷ്ട്രീയവും ആളുകളും ശ്രദ്ധിക്കും. അതെനിക്കറിയില്ല, ഞാനൊരു രാഷ്ട്രീയ വിദഗ്ധയല്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ എന്താ പറയുക, നമ്മളൊരു പ്രേക്ഷക കാണുമ്പോൾ സത്യം പുറത്തു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ, അങ്ങനെ വിചാരിക്കുന്ന. പൊളിറ്റിക്സിനെ കുറിച്ച് അധികം പറയാനില്ല.